ഈ വീഡിയോ നിങ്ങൾ ഇവിടെ പോണ ഇതൊന്ന് കേട്ടിട്ട് പോ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങളാണ്, അത് ഞാൻ ബിക്കോസ് എതിർക്കുന്നില്ല. ഷീ പക്ഷെ ഈസ് നിങ്ങൾ വെയറിംഗ് ഹിജാബ്. എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഡാൻസ് ഇതുപോലെ ചെയ്യണം. പെൺകുട്ടികളെ, കൗമാരകാലത്തിലുള്ള പെൺകുട്ടികളെ കുറ്റം പറയാനായിട്ട്. നിങ്ങൾ നല്ല കാലത്തിൽ പല പല ടൈപ്പ് ചുരിദാറുകളും ഇട്ട് പല പല മോഡൽ പാട്ടുകളും പാടി രസിച്ചിട്ട് ഇന്ന് തടിച്ച് വീർത്ത് കിളവിയായി പർദ്ദയിട്ട് ശരീരം ഷേപ്പില്ലാണ്ടായി പർദ്ദയിട്ട് മൂടിയിട്ട് നിങ്ങൾ നാട്ടുകാരെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇസ്ലാമിനെതിരോ ഹിജാബിനെതിരോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമുക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് കൂടെ ആലോചിക്കണം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ ആൾക്കാരെ മുറുകെ പിടിക്കരുതെന്ന്. അതായത് ജസ്ലാം ആടശ്ശേരിയൊക്കെ ചെയ്തതുപോലെ ഇസ്ലാമിനെ ഇതുപോലൊരു ഡാൻസ് കളിച്ചപ്പോൾ കുറ്റം പറഞ്ഞതിൻ്റെ പേരിലാണ് അവൾ ഇസ്ലാം തന്നെ ഉപേക്ഷിച്ച് പുറത്തു പോയത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ ജീവിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് നന്നായെങ്കിൽ നിങ്ങൾ നന്നായി കൊണ്ടുപോകും. പിന്നെ ഇതൊക്കെ ആരെ കാണിക്കാനാണ് ചെയ്തതെന്നും കൂടെ പറയണം കേട്ടോ.